ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വൻപയർ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനൊരു 3 പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് അത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 3 പിടിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിക്കുന്നതിന് മുന്നേ വൻപയർ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറുക്കുക. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം, അത്രയേ ഉള്ളൂ. അത് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പം വറുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചെയ്യുക, കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ വറുത്തിട്ടില്ല. ഇതിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 2-3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കും കേട്ടോ. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവാണ്. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാത്ര അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്താ ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടല്ല പയർ വേവിച്ചിരിക്കുന്നത്. കാരണം ചില പയറിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് പിന്നീട് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെച്ചു. എന്നിട്ട് കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ആ പുളിവെള്ളത്തിൻ്റെ ആ പുളിയുടെ ഒരു പച്ച കുത്തൊന്ന് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് നിൽക്കും. നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറത്തുള്ളൂ. എന്നിട്ട് പുളിവെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ പുളിവെള്ളം ചേർത്ത് ഒന്ന് തിള വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത്യാവശ്യം വെള്ളം ഉണ്ടാവണം, തീരെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് ആ പയറിൽ നമ്മുടെ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിക്കണം. ആ ഒരു സമയം കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ വൻപയർ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള റെസിപ്പീസാണ് കേട്ടോ ഈ വൻപയർ വെച്ചിട്ട്. അപ്പോൾ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഇട്ടുന്ന വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. സിമ്പിൾ റെസിപ്പിയാണ്. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വൻപയർ വെന്ത് കിട്ടണം, ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു നാടൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരുപാടൊന്നും തേങ്ങ അരച്ച് ചേർത്ത് കുറുക്കിയെടുക്കരുത് കേട്ടോ. ഒരു പിടി തേങ്ങ എടുക്കുക. ഞാൻ പീസാക്കി കട്ട് ചെയ്തൊന്ന് പൾസ് മോളിൽ കറക്കി എടുത്തതാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേനും എന്താ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ട് നല്ലപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് അങ്ങ് ഒരുപാട് കൂട്ടരുത്, കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് തേങ്ങ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ ഒരുപാട് തിക്കാക്കി ഇരിക്കരുത്. കാരണം നമ്മളിതിൽ തേങ്ങയും അതുപോലെ തന്നെ പയറുമാണ്, അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇത് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തിക്കാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തോന്നി, കാരണം തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്തെടുക്കുക. പയറങ്ങ് ഒരുപാട് വെന്തുടയരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ ഒരു പരുവായിരിക്കണം നമ്മുടെ പയർ. എന്നാലാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. അത് നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടില്ല, നമുക്ക് കറിയിൽ ആയിട്ട് ഒഴിച്ച് കഴിക്കാനുള്ളൊരു
ടെക്സ്ചറും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളയ്ക്കുക. കുറേ നേരം ഇട്ട് തിളപ്പിച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത്രയും മതിയാവും. ഒരുപാട് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് മാറും. ഇങ്ങനെ തേങ്ങ പിരിയുന്ന പോലെയൊക്കെ ആവും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ്. നല്ലപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞ് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. നമ്മളിതിൽ ചെറിയ ഉള്ളിയോ വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. കടുക് വറുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ പലതിനും കടുക് വറുക്കുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്താണല്ലോ വറുത്തെടുക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി, ഇത്രയും മാത്രം മതി. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മുടെ കറി ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടുക് വറുത്തത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കറക്റ്റ് ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ്. മറ്റേത് എണ്ണ യൂസ് ചെയ്താലും ആ ഒരു സ്വാദ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാതെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓവർ തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല. കാരണം ഇത് തണുക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി കുറുകും. അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു പൊരിച്ചുമീൻ്റെ അതൊക്കെ മതി കേട്ടോ. ഒരു പപ്പടമോ ഒരു പൊരിച്ചുമീനോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു പയറുകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുളിയുടെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പുളി മുന്നിട്ട് നിൽക്കരുത്, എന്നാൽ പുളി വേണം താനും. ആ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് പുതിയ വീഡിയോസ് ഇടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. തുടർച്ചയായിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒന്ന് ഹൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നേരത്തെയുള്ള റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ റെസിപ്പീസും പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.